പ്രീതി തയ്ക്കാനിരിക്കുന്ന സമയത്തായിരിക്കും ബോബിൻ കാണാത്തത്. അതിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് മനോരമ വരുന്നത്. എന്താ മോളെ, നീ എന്താ തെരയുന്നേ എന്ന് പ്രീതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആന്റി, ഞാനിവിടെ ബോബിൻ സെറ്റ് വെച്ചിരുന്നു, അത് കാണുന്നില്ല, അത് നോക്കുമായിരുന്നു. ഇതാണോ നീ തെരയുന്നേ എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്ക. ആ ആന്റി, ഇതാ ഞാൻ തെരയുന്നേ, ഇങ്ങ് തന്നേക്ക്. അങ്ങനെ അതങ്ങ് കൊടുക്കുന്നുണ്ട്. പിന്നീടായിട്ട് പ്രീതി പോവാൻ നേരത്ത് മനോരമ ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ അടുത്തേ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ ആന്റി, എന്താ കാര്യം? നിന്റെ അനിയത്തി എങ്ങോട്ടാ പോയിരിക്കുന്നേ? എനിക്കറിയില്ല ആന്റി, എന്നോട് പറഞ്ഞിട്ടില്ല. നിന്നോട് പറയാതെ നിന്റെ അനിയത്തി എങ്ങോട്ടും പോവില്ലല്ലോ. നീ നിന്റെ അനിയത്തിയും കൂടെ നാടകം കളിക്കുകയാണോ? എന്താ ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നേ? അങ്ങനെയൊന്നും അല്ല, എനിക്കറിയില്ല അവൾ എങ്ങോട്ടാ പോയെന്ന്. നീയേ പഠിച്ച കളിയാ, അതെനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, നിന്റെ മുതലക്കണ്ണീരൊന്നും എനിക്ക് കാണണ്ട. അങ്ങനെ പ്രീതി അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അപ്പോഴായിരിക്കും കോളിംഗ് ബെൽ അടിക്കുന്നത്. അങ്ങനെ മനോരമ പോയി തുറക്കുന്ന സമയത്ത് ലീസ പുറത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ഈ സമയത്ത് ലിസയുടെ ഭംഗി നോക്കി മനോരമ എങ്ങനെ നോക്കാണ്. മുഖവും കഴുത്തിൽ കിടക്കുന്ന നെക്ലേസ് ആയിരിക്കും ആകർഷകമായി നോക്കുന്നത്. അങ്ങനെ എല്ലാം നോക്കി ആസ്വദിച്ച് കണ്ണ് വെട്ടാതെ നിൽക്കുമായിരിക്കും ആ പെൺകുട്ടിയെ നോക്കി. ചുറ്റുള്ളതൊന്നും മനോരമ ശ്രദ്ധിക്കുന്നില്ല. ആ പെൺകുട്ടിയുടെ കവിളിലിങ്ങനെ തൊടാൻ നേരത്ത് കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്താ മനോരമേ, നീ ഞങ്ങളെ മറന്നോ? നിനക്കെന്താ ഒരു മൈൻഡും ഇല്ലാതെ നിൽക്കുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ പ്യാരിയേട്ടനോ? പ്യാരിയേട്ടനെയും ഉഷ ചേച്ചി അറിയാതിരിക്കോ? ഞാൻ കരുതി മനോരമ ഞങ്ങളെയൊക്കെ മറന്നു കാണുമെന്ന്. ഉഷ ചോദിക്കുകയാണ്. നിങ്ങൾ എന്തായാലും കയറി വരൂ മോളെ, വാ മോളെ എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടു കൂടി മനോരമ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അമ്മേ, അഞ്ജലി ബേബി, ഇതാരാ വന്നേ നോക്കിയേ, ഒന്നിങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. ആ ആരാ ഇത്? പ്യാരിയോ? ഇരിക്ക് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വന്നിരിക്കുകയാണ്. മനോരമ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, അശ്വിനും നീയും തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നോ? അതിന് ഇവര് തമ്മിൽ എന്താ പ്രശ്നം? അത് ഷോർട്ട് ഫിലിം സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ ചെറിയ പ്രശ്നമാച്ചാ, അതും അതിന് മാത്രം വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ ഒരു തമാശയായിട്ടാ തോന്നുന്നേ. ഞാനെന്തായാലും അശ്വിനെയും ആകാശിനെയും വിളിച്ചിരുന്നു. അപ്പോൾ വലിയ തിരക്കാണെന്നൊക്കെയാ പറഞ്ഞത്. കുറച്ചു നേരം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അതിൽ ഞാൻ പിണങ്ങി കേട്ടോ. സുഭദ്രേച്ചി, ഞങ്ങൾക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല, ആകാശിന്റെ കല്യാണത്തിന്. ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ട് ആകാശിന്റെ കല്യാണത്തിന് കൂടെ അശ്വിന്റെ കല്യാണം കഴിഞ്ഞെന്ന്. അത് ശരിയാണോ? അതെ, ശരിയാ, അതങ്ങനെ നടന്നു. പെട്ടെന്നായിരുന്നു മോൾക്ക് US ഒരു ആഡ്സിന്റെ ഷൂട്ടിംഗ് ഉള്ളത്. അതുകൊണ്ട് പിന്നെ മോളുടെ കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോയി. കുറച്ചുനാൾ അവിടെയായിരുന്നു. പിന്നെ ആ കല്യാണ സമയത്ത് കൂടാനും പറ്റിയില്ല, അവിടെ ആയ കാരണം. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, മരുമക്കളെ ഒന്ന് കാണാനായിട്ട്. ആകാശിന്റെ ഭാര്യയുടെ അനിയത്തി ശ്രുതിയെ തന്നെയാ കല്യാണം കഴിച്ചിരിക്കുന്നേ. ശ്രുതിയോ എന്നിങ്ങനെ ചോദിക്കാണ് ലിസ. ആ മോൾക്കറിയായിരിക്കും എന്ന് മനോരമ പറയുന്നുണ്ട്. മോളെന്ന് ഷോർട്ട് ഫിലിമിന്റെ സമയത്ത് പിണങ്ങിപ്പോയില്ലേ, അതിന് കാരണക്കാരി ശ്രുതിയായിരുന്നു. അത് മറന്നോ? ആകാശ് ഇതൊക്കെ ഞങ്ങളോട് വന്ന് പറഞ്ഞിരുന്നു. ആ കുട്ടിയെ തന്നെയാ അശ്വിൻ കല്യാണം കഴിച്ചത്. ആ കുട്ടിയെയോ? ആ കുട്ടിയെ തന്നെ. എന്താ ചെയ്യാ, ഇങ്ങനൊരു കുടുംബത്തിൽ നിന്നൊക്കെ കല്യാണം കഴിക്കേണ്ടത് ഒരു വിധിയായിരിക്കും. അതുകൊണ്ടല്ലേ രണ്ടെണ്ണത്തിനെയും ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നേ എന്ന് മനോരമ പറയുന്നുണ്ട്. എന്നാ പ്രീതി അങ്ങോട്ട് വരുന്നുണ്ട്. പ്രീതിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അഞ്ജലി. ഇതാ ആകാശിന്റെ ഭാര്യ പ്രീതി. കേട്ടോ സുഭദ്രേച്ചി, ഇവൾക്കുണ്ടല്ലോ ASRനോടെ ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, ഒരു ക്രഷ്. അത് ഞങ്ങളെടുത്ത് പറഞ്ഞതുവാ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, അതൊക്കെ ചുമ്മാ പറയാ. അല്ല സുഭദ്രേച്ചി, ഉള്ളത് തന്നെയാ. മോൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അശ്വിനെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അത് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ആ കല്യാണം നടത്തായിരുന്നു എന്നൊക്കെ പറയാ. എന്തായാലും നിങ്ങൾ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ ഒന്നും വേണ്ട, മോൾക്കിവിടെ ഒരു ഇനാഗ്രേഷൻ ഉണ്ട്, അതിനായിട്ട് വന്നതാ. അപ്പൊ പിന്നെ ഇവിടോട്ടൊന്ന് കയറാം, ഇവരെ ഒന്ന് കാണാമെന്ന് കരുതി. മരുമക്കളെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് കയറിയതാ. എന്നാ ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ നേരത്ത് മനോരമ ലിസയുടെ നെക്ലേസ് പോയി നോക്കുന്നുണ്ട്. ഇങ്ങനെ എടുത്തെടുത്ത് നോക്കാണ്. മോളെ, ഇതെവിടുന്നാ വാങ്ങിച്ചേ? നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ മനോരമ ചോദിക്കാണ്. അതെനിക്ക് അച്ഛൻ ഗിഫ്റ്റ് തന്നതാ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് അച്ഛൻ്റെ ഗിഫ്റ്റ് ചെയ്ത്. മോളെ, നല്ല ഭംഗിയുണ്ട്. ഇതിന് എത്ര ലക്ഷം രൂപ കാണും? അല്ല, ഇതിന് എത്ര ലക്ഷം രൂപ കാണും? ഇതേ മോൾക്ക് ഞാനേ ഗിഫ്റ്റ് കൊടുത്തതാ. അതിന് വിലയൊന്നും നോക്കിയിട്ടില്ല. ഡയമണ്ടാ, അതും ബെൽജിയൻ ഡയമണ്ട്. അതിപ്പോ ഏകദേശം പറയുവാണെങ്കിൽ ഒരു 50 ലക്ഷം രൂപയൊക്കെ കാണും. 50 ലക്ഷോ? 50 ലക്ഷം രൂപയുടെ നെക്ലേസാ. എന്തു ഭംഗിയ മോളെ കാണാൻ. ഇതിലും വില കുറഞ്ഞിട്ട് ഇതേ ഡിസൈനില് ഡയമണ്ട് നെക്ലേസ് കിട്ടുമോ? ഇതൊക്കെ കേട്ട് ആകെ കൂടെ നാണം കെട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക.
അങ്ങോട്ടേക്ക് മോഹനും വരുന്നുണ്ട്. ആ, ആരാ ഇത്? പ്യാരിയോ? കുറെ നേരേ വന്നിട്ട്. ഞാനിതാ കുറച്ചു നേരമായിട്ടുള്ളൂ. മരുമക്കളെ ഒന്ന് കാണാനായിട്ട് വന്നതാ. കല്യാണം കൂടാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട്. എന്തൊക്കെയുണ്ട് ലിസ? ഇപ്പൊ എങ്ങനെ പോകുന്നു? വർക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അവളുടെ കാര്യമൊന്നും പറയാതിരിക്കുക നല്ലത്. എപ്പോഴും ഷൂട്ടും തിരക്കും മാത്രമേ ഉള്ളൂ എന്നൊക്കെ സംസാരിക്കുമ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. മോളെ, ഈ നെക്ലേസേ കുറഞ്ഞ വിലക്ക് കിട്ടുമോ? നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് ചോദിക്കുക. ആന്റിക്ക് ഈ നെക്ലേസ് അത്രമാത്രം ഇഷ്ടപ്പെട്ടോ? എന്നാ ഇത് ആന്റിക്ക് കൊടുക്കാല്ലേ അച്ഛാ എന്നും പറഞ്ഞ് കഴുത്തിൽ നിന്ന് ഊരാൻ നിൽക്കുകയാണ്. ഇത് കിട്ടുമോ എന്നൊക്കെ കരുതി ആകെ കൂടെ ത്രില്ലിലായിരിക്കും നമ്മുടെ മനോരമ നിൽക്കുന്നത്. എന്നാ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ അത് ഊരണ്ട, അത് അവള് ചുമ്മാ പറയുന്നതാ. അവൾക്ക് ഈ സ്വർണത്തിനോട് ചെറിയ ഭ്രാന്തുള്ള കൂട്ടത്തിലാ. ഇവിടെ ഇതേ മോഡലുള്ള ഒരുപാട് ആഭരണങ്ങളുണ്ട്, മോൾ അതൊന്നും ഊരണ്ട എന്ന് പറയാ. ഇത് കേട്ട് ദേഷ്യത്തിലായിരിക്കും മനോരമ നിൽക്കുന്നത്. എന്നാ ശരി, ഇനി നിന്നാലേ സമയം വൈകും, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി വരുമ്പോഴേ 2 ദിവസം നിൽക്കാൻ തരത്തിൽ വേണം കേട്ടോ വരാൻ എന്നൊക്കെ പറയുന്നു. ഉഷയാണെങ്കിൽ ബാഗിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് പ്രീതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇത് മോൾക്ക് ഞങ്ങൾ കൊണ്ടുവന്ന ഗിഫ്റ്റാ, അനിയത്തിക്കും കൊടുക്കണം, 2 റിങ്ങാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇറങ്ങാൻ നേരത്ത് ലിസ മനോരമയോട് പറയുന്നുണ്ട്, ആൻറ്റി ഇനി ഞാൻ വരുമ്പോൾ ആൻറ്റിക്ക് നല്ലൊരു ഡയമണ്ട് നെക്ലേസ് കൊണ്ടുവരാം എന്ന് പറഞ്ഞായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. ഇത് കേട്ടാണെങ്കിൽ മനോരമയ്ക്ക് വല്ലാതെ സന്തോഷമായിരിക്കും. ഒരു ഉമ്മയൊക്കെ കൊടുത്താണ് പറഞ്ഞു വിടുന്നത്. എന്നാ അവരൊക്കെ പോയതിന് ശേഷം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഗസ്റ്റുകളുടെ ആഭരണത്തിന്റെ തൂക്കം നോക്കലാണോ നിന്റെ പരിപാടി? എത്ര മോശമായിട്ടുള്ള കാര്യം. നിനക്കിവിടെ ആഭരണങ്ങൾ ഇല്ലാത്തോണ്ടാണോ? ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ, അതിനിപ്പോ എന്താ? ആ കുട്ടിയുടെ മനസ്സെന്ന് ആലോചിച്ച് നോക്ക്. എത്ര പെട്ടെന്നാ 50 ലക്ഷത്തിന്റെ ആ ഡയമണ്ട് നെക്ലേസ് എനിക്ക് ഊരിത്തരാൻ തന്നെ. കോടീശ്വരിയല്ലേ, ഈ കുടുംബത്തിലോട്ട് വരേണ്ടതാ. എന്തോ കഷ്ടകാലത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല ഇവിടെ. അല്ലെങ്കിൽ ഇവിടുത്തെ മരുമകളായിട്ടെ ആ കുട്ടി വന്നേനെ. യോഗമില്ല, അല്ലാതെ എന്താ പറയാ. നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് മുത്തശ്ശി പോകുന്നുണ്ട്. എന്നാ ദേഷ്യത്തോടു കൂടി മോഹനൻ മനോരമയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി കഫേയിൽ തന്നെ ഇരിക്കുകയായിരിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആകാശ് സാറിനെ വിളിച്ചിട്ട് ചോദിക്കണം. ആകാശ് ഏട്ടൻ്റെ ഒരു ഉറപ്പ് കിട്ടിയാൽ മതി, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കുന്ന പോലെയാ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. സമയം വൈകിട്ടൊന്നുമില്ല, ആകാശ് സാറിനെ ഒന്നും കൂടെ വിളിക്കാം എന്നും പറഞ്ഞ് ഫോണിലോട്ട് വിളിക്കുക. ആ, ആകാശ് സാർ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് അശ്വനായിരിക്കും. ആകാശ് സാറല്ല, അശ്വൻ സാറാ എന്നും പറഞ്ഞ് അശ്വൻ വരുന്നുണ്ട്. നീ എന്താ കരുതിയേ ആകാശിനെ വിളിച്ചാൽ കിട്ടുമെന്നോ? ആകാശിന്റെ ഫോണേ എൻ്റെ കയ്യിലാ. നീ വിളിക്കുമെന്നേ എനിക്ക് നന്നായിട്ടറിയാം. നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ ആകാശത്ത് കാണും. എന്താ നീ ചെയ്യുന്നേ? നീയായിട്ട് വീട്ടിലോട്ട് പോവാ അതോ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യണോ? എന്താ വേണ്ടേ? നീ തന്നെ തീരുമാനം എടുക്ക്. ഇനി കുറച്ച് സമയമുള്ളൂ, മറക്കണ്ട. നീ വിചാരിച്ചാലൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഈ സമയത്ത് ആകാശ് വിളിക്കുന്നുണ്ട്. ഏട്ടാ, ഏട്ടൻ്റെ എൻ്റെ ഫോണ് മാറിപ്പോയിട്ടുണ്ട്. ആ, അതെന്തായാലും വീട്ടിൽ വന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. ഈ സമയത്ത് ശ്രുതി ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ അശ്വിൻ്റെ നമ്പറിലോട്ട് വിളിച്ചാൽ ആകാശ് സാറിന് കിട്ടുമെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, അത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്ക്, അല്ലെങ്കിലേ ആരെങ്കിലൊക്കെ വിളിച്ച് ശല്യം ചെയ്യും. ആ ശരി ഏട്ടാ എന്നും പറഞ്ഞ് ആകാശ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നീ എന്താ കരുതി നീ വിചാരിക്കുന്ന അതുപോലെ അങ്ങ് നടക്കുമെന്നോ? മര്യാദയ്ക്ക് വീട്ടിലോട്ട് വരാൻ നോക്ക്. ഞാൻ വീട്ടിലെത്തുന്നതിന് മുൻപേ നീ അവിടെ എത്തിയിരിക്കണം എന്നും പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് പോവാ. എന്താ ചെയ്യേണ്ടെന്നറിയാതെ ശ്രുതി ആകെ ടെൻഷനിലായിരിക്കും. ഇനിയിപ്പോൾ ഒരു മാർഗവുമില്ല, ആകാശ് സാറിൻ്റെ വീട്ടിലോട്ട് തന്നെ പോവായെന്ന് ശ്രുതി തീരുമാനിക്കാം. അങ്ങനെ വേഗം തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. ആകാശ് വീട്ടിലെത്തുന്ന സമയത്ത് പ്രീതിയായിരിക്കും ഡോറ് തുറക്കുന്നുണ്ടായിരിക്കുക. ചോദിക്കുന്നുണ്ട്, ശ്രുതി വന്നില്ലേ? ഇല്ല, വന്നില്ല. അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, അവളിങ്ങോട്ട് വരുന്ന വഴിയാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. എനിക്ക് പ്രീതിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് അവിടെ വന്നിരിക്കുകയാണ്. എന്താ സാർ, എന്താ എന്നോട് സംസാരിക്കാനുള്ളേ? അത് നിനക്കിവിടെ സുഖമല്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഏയ്, എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ല. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആകാശിൻ്റെ അടുത്ത് പറയണം. ആ സാർ, അത് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ എനിക്ക് തൻ്റെ ഒരു ഒപ്പ് വേണമെന്ന് അശ്വൻ പറയുന്നുണ്ട്. എന്തിനാ സാർ? താനൊരു ഒപ്പിട് എന്നും പറഞ്ഞ് പേപ്പർ കൊടുക്കുകയാണ്. ഈ സമയത്തായിരിക്കും ശ്രുതിയും അങ്ങോട്ട് വരുന്നത്. ശ്രുതി വേഗം തന്നെ ഉള്ളിലോട്ട് വരികയാണ്. എന്നാൽ ഈ സമയത്ത് പ്രീതി ഒപ്പിടാൻ നിൽക്കുമായിരിക്കും. അപ്പം തന്നെ ആ പേപ്പറൊക്കെ വലിച്ചു കയറുന്നുണ്ട്. ചേച്ചി എന്തിനാ ഒപ്പിട്ട് കൊടുക്കുന്നേ എന്നൊക്കെ ചോദിച്ച് ശ്രുതി ബഹളം വെക്കുന്നുണ്ട്.